Tonight, we will listen to a testimony from Sister Anita of Dubai. ഈ രാത്രിയിൽ നമുക്ക് സഹോദരി അനിതയുടെ സാക്ഷ്യം കേൾക്കാം. Praise the Lord. ദൈവത്തിന് സ്തോത്രം. I want to praise God for the great privilege He has given me to glorify His name. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയതായ ഈ വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I am grateful to God for the high calling He has given me and for keeping me in the house of God. കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ഈ ഉന്നതമായ വിളിക്കായും ദൈവത്തിന്റെ ഭവനത്തിൽ ഇന്നുവരെയും എന്നെ സൂക്ഷിച്ചതിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. He chose me before the foundation of the world and He knew me and called me before I was found in my mother's womb. ഈ ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് എന്നെ തിരഞ്ഞെടുക്കുകയും അവൻ എന്നെ അറിയുകയും എൻ്റെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവൻ എന്നെ അറിഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. At the right time He separated me for this glorious ministry. ദൈവം തന്റെ തക്ക സമയത്ത് ഈ തേജസ്സേറിയ ശുശ്രൂഷയ്ക്കായി എന്നെ വേർതിരിക്കുകയുണ്ടായി. Today I can boast about my God who remembered me in my low estate. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനായ ദൈവത്തെ കുറിച്ചാകുന്നു ഇന്ന് എനിക്ക് പുകഴ്ത്തുവാനുള്ളത്. God has chosen the foolish things of the world to confound the wise, and God has chosen the weak things of the world to confound the things which are mighty, and base things of the world and things which are despised hath God chosen, yea, and things which are not, to bring to not things that are. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. According to this verse, my qualification is FWBN degree. ഈ വചനത്തിൻ പ്രകാരം എന്റെ ബിരുദം എന്നത് FWBDN ആകുന്നു. I was born and brought up in this faith. My parents were staunch believers of the apostolic truths. ഈ അപ്പോസ്തലികമായ സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന മാതാപിതാക്കളാൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. They brought us up in a godly way. As I am the eldest, my mother dedicated me for this ministry. അവർ ദൈവികമായ വിധത്തിൽ ഞങ്ങളെ വളർത്തി വന്നു. ഞാൻ ഏറ്റവും മൂത്ത മകളായതിനാൽ എൻ്റെ മാതാവ് എന്നെ ഈ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിച്ചിരുന്നു. Especially my mother was very strict with us. If we make any mistakes, we have to kneel down and memorize one psalm and write it down without any mistakes. എൻ്റെ മാതാവ് വളരെ കർശനമായി എന്നെ വളർത്തിയിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് ഒരു സങ്കീർത്തനം കാണാതെ പഠിക്കുകയും ഇല്ലെങ്കിൽ വചനങ്ങൾ കാണാതെ പഠിച്ച് അത് എഴുതി കാണിക്കുകയും ചെയ്യണമായിരുന്നു. Even the punctuation marks will be considered as mistakes. ആ വചനത്തിലുള്ള പങ്ക്ച്വേഷൻ ചിഹ്നങ്ങൾ പോലും തെറ്റിച്ചാൽ അതൊരു തെറ്റായി കണക്കാക്കുമായിരുന്നു. It was not very happy at that time. ആ സമയത്ത് അത് വളരെ സന്തോഷകരമായിരുന്നില്ല. But later on, I understood the value of the word of God. When I faced the trials and challenges in my life, really the word of God which I memorized spoke to me and encouraged me and strengthened me. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്തെ പരീക്ഷകൾ വെല്ലുവിളികൾ നേരിട്ടായ സമയത്താകുന്നു ആ മുൻപ് ഞാൻ മനഃപാഠം ചെയ്ത ആ വാക്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സഹായകരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. My parents taught us the simple life. They never allowed us to miss any meeting. എൻ്റെ മാതാപിതാക്കൾ വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്നവരായിരുന്നു. ഒരു കൂട്ടം പോലും മുടക്കുവാൻ അവർ സമ്മതിച്ചിരുന്നില്ല. They taught us to look to God for our needs. Before asking them, we need to ask God. മാതാപിതാക്കളോട് ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കുന്നതിന് മുൻപായി ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ നോക്കി ദൈവത്തോട് അറിയിക്കുവാൻ അവർ പഠിപ്പിച്ചിരുന്നു. My mother dedicated me for this ministry, but I didn't have any desire to serve God till I received the Holy Spirit. എൻ്റെ മാതാവ് എന്നെ ഈ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിച്ചിരുന്നു. എങ്കിലും ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും വരെയും ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാൻ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. In the country where we lived, after the tiring meeting, there will be a prayer from 10 p.m. to 12 a.m. on Saturdays. After 12 o'clock, there will be group prayers. ഞങ്ങളുടെ സ്ഥലത്ത് ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിന് ശേഷം 10 മണി മുതൽ 12 മണി വരെ മറ്റൊരു പ്രാർത്ഥനയുണ്ടായിരിക്കും. When I was 12 years old, one worker sister started taking prayers for the Sunday school children to receive the Holy Spirit.
എനിക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ ഒരു സഹോദരി ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ അഭിഷേകം പ്രാപിക്കുവാനായി ഒരു പ്രാർത്ഥന നടത്തുമായിരുന്നു. She used to take that prayer on Saturdays after 12 a.m. ശനിയാഴ്ച രാത്രി 12 മണിക്ക് വരെയും ആ പ്രാർത്ഥന അവർ എടുക്കുമായിരുന്നു. Most of the children received the Holy Spirit. I and my sister and another girl, we 3 of us didn't receive the Holy Spirit. അവിടെ ഉണ്ടായിരുന്ന മിക്ക കുട്ടികളും അഭിഷേകം പ്രാപിച്ചിരുന്നു. ഞാനും എൻ്റെ സഹോദരിയും മറ്റൊരു കുട്ടിയും മാത്രം അഭിഷേകം പ്രാപിച്ചിരുന്നില്ല. I confessed all my sins, but I couldn't understand why the Lord does not giving me the Holy Spirit. ഞാൻ എൻ്റെ തെറ്റുകളൊക്കെയും ദൈവത്തോട് ഏറ്റു പറഞ്ഞിരുന്നു. എങ്കിലും ദൈവം എന്തുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. Finally, that sister also transferred from that place. അവസാനമായി ആ സഹോദരിയും അവിടെ നിന്ന് സ്ഥലം മാറ്റമായി പോയി. There was no one to take the prayer and pray with us. പിന്നീട് ഞങ്ങൾക്ക് ആ പ്രാർത്ഥന നടത്തുവാനോ ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. We used to stay in the faith home on Saturdays. We 3 of us continued our prayer. One day I said, തുടർന്നും ഞങ്ങൾ ശനിയാഴ്ച രാത്രികളിൽ ആ ഫെയ്ത്ത് ഹോമിൽ തന്നെ തുടർന്നും താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. One day I said, God, if you give me the Holy Spirit this weekend, I will serve you. എന്നാൽ ഒരു ആഴ്ചയുടെ അവസാനത്തിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഈ വാരാന്ത്യത്തിൽ നീ എനിക്ക് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുന്നുവെങ്കിൽ ഞാൻ നിന്റെ ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. That particular night, we 3 of us received the Holy Spirit. ആ പ്രത്യേക രാത്രിയിൽ ഞങ്ങൾ 3 പേരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനിടയായി. From that day onwards, the desire to serve God started growing in me. ആ ദിവസം മുതൽ എൻ്റെ കർത്താവിനെ സേവ ചെയ്യുവാനുള്ള ആഗ്രഹം എന്നിൽ വർദ്ധിക്കുവാനിടയായി. God started speaking to me through visions, dreams, songs, and through the word of God. ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, പാട്ടുകൾ, ദൈവവചനം എന്നിവയിലൂടെ ദൈവം എന്നോട് തുടർന്നും സംസാരിക്കുവാൻ തുടങ്ങി. Whenever I heard the messages or songs about Zion, I was so excited. I was longing to serve God. സിയോനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, പാട്ടുകൾ ഇവയെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ അവനെ സേവ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു. When I was 13 years old, God helped me to attend the youth camp in Chennai. എനിക്ക് 13 വയസ്സ് പ്രായമായപ്പോൾ ചെന്നൈയിൽ നടന്ന യുവജന ക്യാമ്പിൽ ഞാൻ സംബന്ധിപ്പാനിടയായി. God was speaking to me to obey the truth of water baptism, and I obeyed the counsel of God and took water baptism. കർത്താവ് എന്നോട് ജലസ്നാന സത്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. കർത്താവിന്റെ ആലോചന അനുസരിപ്പാനും ജലത്തിൽ അവനെ സാക്ഷീകരിപ്പാനും കർത്താവ് ഇടയാക്കി. After 7 months, I had to go through a trial. My mother passed away. എന്നാൽ 7 മാസത്തിനിടയിൽ എനിക്ക് 7 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഞങ്ങളുടെ മാതാവ് ഈ ലോകത്തു നിന്നും കടന്നുപോയി. At that time, I was 14 years old. ആ സമയത്ത് എനിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. She was ill for a long time. She was standing for the truth of divine healing. She was very firm in her decision. No one could shake her faith. ദീർഘനാളുകൾ താൻ രോഗക്കിടക്കയിലായിരുന്നു. അപ്പോഴെല്ലാം ദൈവിക രോഗശാന്തിയുടെ സത്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയുണ്ടായി. ആർക്കും തന്റെ വിശ്വാസത്തിൽ നിന്നും തന്നെ കുലുക്കുവാൻ സാധ്യമായിരുന്നില്ല. Before she passed away, the senior sister of our faith home asked my mother about her children. എന്റെ മാതാവ് കടന്നു പോകുന്നതിന് മുൻപായി ഞങ്ങളുടെ സഭയിലെ മൂത്ത സഹോദരി തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്റെ മാതാവിനോട് ചോദിച്ചു. My mother had few visions, and the servant of God knew that she was going to finish her race. That is why she asked my mom. എന്റെ മാതാവ് ചില ദർശനങ്ങൾ കാണുകയുണ്ടായി. ആ ദൈവ ശുശ്രൂഷകർ താൻ ലോകത്തെ വിട്ട് കടന്നു പോകുവാറായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകുന്നു മാതാവിനോട് അങ്ങനെ ചോദിച്ചത്. But she boldly said, I have surrendered my children into the hands of God and the saints. God and the saints will look after them. എന്നാൽ എന്റെ മാതാവ് മറുപടിയായി പറഞ്ഞത്, എന്റെ മക്കളെ ഞാൻ ദൈവത്തിന്റെയും ശുശ്രൂഷകരുടെയും കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവവും ശുശ്രൂഷകരും അവരെ നോക്കിക്കൊള്ളും. I have 2 sisters. എനിക്ക് 2 സഹോദരിമാരുണ്ട്. God honored my mom's faith. He is faithful and he looked after us. ദൈവം എന്റെ മാതാവിന്റെ വിശ്വാസത്തെ മാനിച്ചു. ഇതുവരെയും കർത്താവ് തന്നെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. From that day onwards, God has been my El Shaddai, mother like God.
അന്നേ ദിവസം മുതൽ എന്റെ ദൈവം എന്റെ എൽഷദായായി മാതൃതുല്യനായ ദൈവമായിരിക്കുന്നു. He is the father to the fatherless and mother to the motherless. അവൻ പിതാവില്ലാത്തവർക്കൊരു പിതാവും മാതാവില്ലാത്തവർക്കൊരു മാതാവുമായിരിക്കുന്നു. He started to lead me like a mother. He gave me right counsels in time of need. ഒരു മാതാവിനെ പോലെ ദൈവം എന്നെ വഴി നടത്തുകയും ആ തക്കതായ സമയങ്ങളിൽ ദൈവം ശരിയായ ആലോചനകൾ തന്ന് വഴി നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. I could feel the presence of God all the time. എല്ലാ സമയങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. After my mom's departure, my life was changed. എന്നാൽ എന്റെ മാതാവിന്റെ മരണത്തിന് ശേഷം എന്റെ ജീവിതം മാറുകയുണ്ടായി. The love of God constrained me. I wanted to live for Jesus and to give my life for Jesus who gave his life for me. എനിക്ക് വേണ്ടി ജീവൻ നൽകിയവനായ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുവാൻ തുടങ്ങി. I wanted to be zealous for holiness. വിശുദ്ധിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവളായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. God preserved me from all vanities of this world. God blessed my studies, but my only desire was to serve God. ഈ ലോകത്തിന്റെ എല്ലാ മായകളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ദൈവം എന്റെ വിദ്യാഭ്യാസത്തെയും അനുഗ്രഹിച്ചു. എങ്കിലും എന്റെ ഒരേ ഒരു ആശ എന്റെ ദൈവത്തെ സേവിക്കുക എന്നത് മാത്രമായിരുന്നു. As I was growing, the devil started to sow some seeds of fear and doubt about serving God in this faith. എന്നാൽ ഈ ശുശ്രൂഷയിൽ കർത്താവിനെ സേവിക്കുന്നതിനെ കുറിച്ച് ചില സംശയഭയത്തിന്റെ വിത്തുകൾ പിശാചനിൽ വിതയ്ക്കുവാൻ തുടങ്ങി. I didn't want to go to the world or to go after the pleasures of this world. എനിക്ക് ഈ ലോകത്തിലേക്കോ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്കോ കടന്നു പോകുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. But I started giving excuses. എന്നാൽ ഞാൻ ഒഴിവ് കഴിവുകൾ പറയുവാൻ തുടങ്ങി. God, I want to serve you, but I don't know whether I will be faithful till the end. I can't do this full-time ministry. കർത്താവേ, എനിക്ക് നിന്നെ സേവിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അവസാനത്തോളം ഈ ശുശ്രൂഷയിൽ വിശ്വസ്തയായി നിലനിൽപ്പാൻ കഴിയുമോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. I want to suffer for you. God, give me a good job. I will do all the ministries in the faith home. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. നീ എനിക്കൊരു ജോലി നൽകണമേ. അതോടൊപ്പം ഞാൻ വിശ്വാസ ഭവനത്തിലെ എല്ലാ ജോലികളും ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. I will wear clothes like a servant of God. I will give everything to you. കർത്തൃ ശുശ്രൂഷകരെ പോലെ ഞാൻ വസ്ത്രധാരണം ചെയ്തു കൊള്ളാം. ഞാൻ നിനക്കെല്ലാം ചെയ്തു തരാമെന്ന് ദൈവത്തോട് പറഞ്ഞു. I don't want to save money. I'll keep whatever I need. The rest of the money I will give it to the poor. എനിക്ക് യാതൊരു പണവും ശേഖരിച്ചു വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ആവശ്യത്തിനെടുത്ത ശേഷം ശേഷിക്കുന്ന ആ പണമൊക്കെയും ഞാൻ ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. I was hesitating to serve God. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ മടിയുള്ളവളായി കാണപ്പെട്ടിരുന്നു. But God had a greater plan concerning my life. He didn't answer my prayer. എന്നാലോ ദൈവത്തിന് എന്റെ ജീവിതത്തെക്കുറിച്ച് അതിലും വലിയതായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്റെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയില്ല. As I was delaying and hesitating the will of God, God touched my sister. ദൈവത്തിന്റെ ഹിതത്തെ ചെയ്യുവാൻ ഞാൻ താമസിക്കുകയും മടിക്കുകയും ചെയ്ത നിമിത്തമായി ദൈവം എന്റെ സഹോദരിയെ സ്പർശിക്കുകയുണ്ടായി. Both the sisters were studying in the same college. They were staying in the university accommodation. എന്റെ രണ്ട് സഹോദരിമാരും ഒരേ കോളേജിൽ പഠിക്കുകയും ആ യൂണിവേഴ്സിറ്റിയിലെ താമസ സൗകര്യത്തിൽ അവർ താമസിക്കുകയും ചെയ്യുകയായിരുന്നു. It was a Catholic institution. അത് കത്തോലിക്ക സമുദായക്കാർ നടത്തുന്നതായ ഒരു സ്ഥാപനമായിരുന്നു. My younger sister had a small boil in her hand. At the beginning, it was like a mosquito bite. എന്റെ മൂത്ത സഹോദരിക്ക് തന്റെ കയ്യിൽ ഒരു പരുവുണ്ടായിരുന്നു. അത് കൊതുക് കുത്തിയതുപോലെ ആയിരുന്നു ആരംഭത്തിൽ കാണപ്പെട്ടിരുന്നത്. So she didn't bother about that. അതുകൊണ്ട് താൻ അതിനെക്കുറിച്ച് ഒന്നും കൂട്ടാക്കിയിരുന്നില്ല. But it started spreading in her hands and below the knees. എന്നാൽ അത് തന്റെ കയ്യിൽ ഇങ്ങനെ പടരുകയും ആ കൈയുടെ മുട്ടുവരെയും അത് എത്തുകയും ചെയ്തു. It was oozing. അതിൽ നിന്നും പഴുപ്പൊക്കെയും വന്നുകൊണ്ടിരുന്നു. The Catholic nuns sent her home because she didn't want to take any medication. ആ കത്തോലിക്കയിലുള്ള അവർ തന്നെ ഭവനത്തിലേക്ക് മടക്കി അയച്ചു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ മരുന്നെടുക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. She stayed at home for few weeks. ചില ആഴ്ചകൾ താൻ ഭവനത്തിൽ തന്നെ താമസിച്ചിരുന്നു. It was like a skin disease. It was itching and oozing. അതൊരു ത്വക്ക് രോഗം പോലെ കാണപ്പെട്ടിരുന്നു. അതിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. അതിൽ നിന്നും പഴുപ്പൊക്കെയും വന്നുകൊണ്ടിരുന്നു. We didn't know what to do. She was discouraged and very weak.
എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. താൻ വളരെയധികം നിരാശപ്പെട്ടതായ അവസ്ഥയിലും ബലഹീനയായും കാണപ്പെട്ടിരുന്നു. I think nearly 2 months she stayed at home. She couldn't attend the classes. ഏകദേശം 2 മാസത്തോളം താൻ ഭവനത്തിൽ പാർക്കുകയും തനിക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലും കാണപ്പെട്ടിരുന്നു. And the following month she had to go to the college to fill up a form for her exams. അടുത്ത ദിവസം രാത്രിയിൽ താൻ കോളേജിലേക്ക് മടങ്ങി പോകേണ്ടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ തന്റെ പരീക്ഷ ആയിരുന്നു. If she can't fill up the form, she can't do the exams and the whole year will be wasted. താൻ ആ ഫോം പൂരിപ്പിക്കുകയോ പരീക്ഷയിൽ പങ്കെടുക്കുകയോ ചെയ്യാതെ ഇരുന്നാൽ ആ ഒരു വർഷം മുഴുവൻ തനിക്ക് നഷ്ടമാകുമായിരുന്നു. That weekend during the Sunday service, God spoke to me. ആ വാരാന്ത്യത്തിൽ ഞായറാഴ്ചയിൽ സഭായോഗത്തിൽ വെച്ച് കർത്താവ് എന്നോട് സംസാരിച്ചു. You are the reason for all these things. If you surrender yourself to my will, I will heal her completely. ഇതിനൊക്കെയും കാരണക്കാരി നീയാകുന്നു. നീ എന്റെ ഹിതത്തിനായി സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിന്റെ സഹോദരിയെ പൂർണ്ണമായും സൗഖ്യമാക്കുമെന്ന് കർത്താവ് സംസാരിച്ചു. I couldn't say anything to Jesus. I cried in the presence of God. എനിക്ക് യേശുവിനോടൊന്നും മറുപടി പറയുവാൻ സാധിച്ചിരുന്നില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുക മാത്രം ചെയ്തു. I had the responsibility to settle my sisters. എന്റെ സഹോദരിമാരുടെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എന്റെ മേലായിരുന്നു. My dad wanted me to apply for the higher studies. I applied for that also. ഞാൻ ഉന്നത വിദ്യാഭ്യാസത്തിനായി അപേക്ഷിക്കണമെന്ന് എന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. I didn't know what to do, but God strengthened me with the power of the Holy Ghost. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ചു. He enabled me to make a decision in the presence of God. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. I surrendered myself to step out to serve God. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്നു. The next week my sister went to the hostel. അടുത്ത ദിവസം എന്റെ സഹോദരി ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോയിരുന്നു. God started healing her. Within a week she received a perfect healing. ദൈവം തന്നെ സൗഖ്യമാക്കുവാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തനിക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാനിടയായി. Everything dried up, even the marks were disappeared after some time. തന്റെ കയ്യിലുണ്ടായിരുന്നതായ അടയാളങ്ങൾ പോലും അത് തികച്ചും മാഞ്ഞു പോകുവാനിടയായി. God healed her completely. ദൈവം തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കി. Again God confirmed my calling. I didn't want to disobey the call of God. വീണ്ടും ദൈവം എന്റെ വിളിയെ ഉറപ്പാക്കുവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് ദൈവത്തിന്റെ വിളിയെ അതിനനുസരണക്കേട് കാണിക്കുവാൻ കഴിയാതെയായി. That same year God helped me to step out to serve God. അതേ വർഷത്തിൽ തന്നെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. It was a painful thing for my dad. എന്നാൽ ഇത് എന്റെ പിതാവിന് ഏറ്റവും വേദന ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. He knew that I had a calling, but he didn't expect me to surrender myself that year. എനിക്ക് വിളിയുണ്ടെന്ന് എന്റെ പിതാവിന് അറിയാമായിരുന്നു. എങ്കിലും ആ വർഷത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുമെന്ന് എന്റെ പിതാവ് ചിന്തിച്ചിരുന്നില്ല. God gave me abundance of grace to consecrate my family members and place them in the hands of God. എന്റെ കുടുംബാംഗങ്ങളെ പൂർണ്ണമായും പ്രതിഷ്ഠിക്കുവാനും അവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും കർത്താവ് എനിക്ക് കൃപ നൽകി. I was taken for the ministry. ഞാൻ ഈ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. My relatives came to know about this and they were not happy. എന്റെ ബന്ധുമിത്രാദികളൊക്കെയും ഇതിനെക്കുറിച്ച് അറിയുവാനിടയായി. അപ്പോൾ അവർ ഇതിൽ സന്തോഷമില്ലാത്തവരായി കാണപ്പെട്ടു. They told me to change my decision. എന്റെ ഈ തീരുമാനത്തെ മാറ്റുവാൻ അവർ പറയുവാൻ തുടങ്ങി. They said, your dad sacrificed his life for you all. He didn't do the second marriage for the sake of you. Now you are not realizing your responsibility. നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിച്ചുവല്ലോ. മക്കൾക്ക് വേണ്ടി താൻ ഒരു പുനർവിവാഹം ചെയ്യുവാനും ഒരുക്കമായിരുന്നില്ല. എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുവല്ലോ എന്നൊക്കെയും അവർ പറയുവാൻ തുടങ്ങി. But nothing entered into my mind because the love of God filled my heart and mind. Nothing could stop me. ദൈവസ്നേഹം എന്റെ ഹൃദയത്തെയും മനസ്സിനെയും നിറച്ചത് നിമിത്തമായി ഇതൊന്നും എന്റെ മനസ്സിൽ പ്രവേശിച്ചില്ല. ഇവയൊന്നും എന്നെ തടഞ്ഞു നിർത്തുവാൻ സാധിച്ചിരുന്നില്ല. God undertook my family members. After 4 years, God helped my sister to join the ministry. ദൈവം എന്റെ കുടുംബാംഗങ്ങളുടെ ഭാരമെല്ലാം ഏറ്റെടുക്കുകയും 4 വർഷത്തിന് ശേഷം എന്റെ സഹോദരിക്കും ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. God says in Jeremiah 3:14,
I will take you one of a city and two of a family, and I will bring you to Zion. He has fulfilled this promise in my life. യിരെമ്യാ പ്രവചനം 3-14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതമെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരുമെന്നുള്ള വാഗ്ദത്തം കർത്താവ് എന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു. My second sister got married. She was with my father and looked after him till he went to be with the Lord. എന്റെ രണ്ടാമത്തെ സഹോദരി എന്റെ പിതാവിനോടൊപ്പം കുടുംബസ്ഥയായി കാണപ്പെട്ടിരുന്നു. പിതാവിന്റെ മരണപര്യന്തം അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ ദൈവം അവർക്കും ഇടയാക്കി. God is faithful. Whatever we commit into the hands of God, He will keep it till the end. ദൈവമോ വിശ്വസ്തൻ. അവൻ നമ്മുടെ ഉപനിധി ആ ദിവസത്തോളം സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ. Serving the King of Kings and the Lord of Lords is the greatest privilege in this world. രാജാതിരാജാവിനും കർത്താതികർത്താവിനും ശുശ്രൂഷ ചെയ്യുന്നതാകുന്നു ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. From the time I came to the house of God, God has been my all in all. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ഞാൻ വന്ന ദിവസം മുതൽ കർത്താവ് എനിക്ക് എല്ലാവറ്റിനും എല്ലാമായി കാണപ്പെടുന്നു. He met all my needs. I didn't lack anything. അവൻ എന്റെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റി തന്നു. എനിക്കൊന്നിനും മുട്ടുണ്ടായിട്ടില്ല. I left one house. God has given so many houses all over the world. ഞാൻ ഒരു ഭവനത്തെ മാത്രം വിട്ടിറങ്ങി വന്നു. എന്നാൽ ഈ ലോകത്തിൽ ഉടനീളം ദൈവം എനിക്ക് ഭവനങ്ങളെ നൽകിയിരിക്കുന്നു. Wherever I go, all the faith homes are like my own house. ഞാൻ ഏത് സ്ഥലത്ത് പോയിരുന്നാലും ആ വിശ്വാസ ഭവനങ്ങളെല്ലാം എന്റെ സ്വന്തം ഭവനം പോലെ കാണപ്പെടുന്നു. I left one family, but God has brought me into the big family of God with many mothers, sisters and brothers. ഞാൻ ഒരു കുടുംബത്തെ വിട്ടിറങ്ങി തിരിച്ചു. എന്നാൽ അനേക മാതാക്കൾ, പിതാക്കൾ, സഹോദരി സഹോദരന്മാർ നിറഞ്ഞ ഈ വലിയ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. He is my all in all. എന്റെ ദൈവം എനിക്ക് എല്ലാറ്റിനും എല്ലാമായിരിക്കുന്നു. In my foolishness, He has been my wisdom. എന്റെ ഭോഷത്വത്തിൽ എന്റെ ദൈവം എന്റെ ജ്ഞാനമായിരിക്കുന്നു. In my weakness, He has been my strength. എന്റെ ബലഹീനതയിൽ എന്റെ ദൈവം എന്റെ ബലമായിരിക്കുന്നു. In my sorrows, He has been my joy. എന്റെ സങ്കടത്തിൽ എന്റെ ദൈവം എന്റെ സന്തോഷമായിരിക്കുന്നു. In my sicknesses, He has been my healer and physician. എന്റെ രോഗത്തിൽ എന്റെ ദൈവം എന്റെ സൗഖ്യദായകനും എന്റെ വൈദ്യനുമായിരിക്കുന്നു. My Jesus is a tried stone, a precious cornerstone in Zion. എന്റെ ദൈവം സിയോനിൽ പരീക്ഷിക്കപ്പെട്ടവനും വിലയേറിയ മൂലക്കല്ലുമായി കാണപ്പെടുന്നു. He has called me to follow His footsteps to inherit Zion. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി സിയോനെ അവകാശമാക്കുവാനായി അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. He was despised and rejected of men. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടവനുമായി കാണപ്പെട്ടു. For the joy that was set before Him, He endured the cross. തനിക്ക് മുൻപായി വച്ചിരുന്ന സന്തോഷത്തെ ഓർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. In this narrow way, in every trial, He is asking me to think about Him. എന്റെ എല്ലാ പരീക്ഷകളിലും അവനെക്കുറിച്ച് ചിന്തിപ്പാൻ അവൻ എന്നോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. All these light afflictions are going to bring eternal weight of glory. ഈ ലഘുവായ കഷ്ടമൊക്കെയും അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനമുള്ളവാക്കിക്കൊണ്ടിരിക്കുന്നു. One day I will be with my beloved on Mount Zion. ഒരു ദിവസം ഞാൻ എന്റെ പ്രിയനോടുകൂടെ സിയോൻ മലയിൽ കാണപ്പെടുവാൻ പോകുന്നു. I want to finish my course with joy and the ministry which I have received from the Lord. കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതായ ഈ ഓട്ടത്തെയും എന്റെ ശുശ്രൂഷയും സന്തോഷത്തോടെ തികയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you have the call of God, don't hesitate to serve God. നിങ്ങൾ ആരെങ്കിലും കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവന്റെ വിളിയെ നിരസിക്കരുതേ. The house of God is the safest place on this earth. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദൈവത്തിന്റെ ഭവനമാകുന്നു. There is protection, there is joy in serving God. അവിടെ സുരക്ഷിതത്വവും ദൈവത്തെ സേവിക്കുന്നതിൽ സന്തോഷവും കാണപ്പെടുന്നു. Battles will be there, but He will fight for us. നമുക്ക് യുദ്ധങ്ങൾ നേരിട്ടേക്കാമെങ്കിലും അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Uphold me in your prayers. ദയവായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും താങ്ങണമേ. Praise the Lord. ദൈവത്തിന് സ്തോത്രം. For all the wonderful things, all the works of the Lord He has done in sister's life, for the salvation, for the spiritual upbringing, for enabling her to understand the love of God and the constraining love to come to serve God, and keeping her faithful all these years, and God may keep her to the end and raise up many to serve God. Let's praise God. കർത്താവ് പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സകല പ്രവർത്തികൾക്കായി, അത്ഭുത ക്രിയകൾക്കായി, ഈ കൊടുത്തിരിക്കുന്ന മഹത്തായ രക്ഷയ്ക്കായി, നല്ല ആത്മീയമായ
ഒരു വളർച്ച പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവസ്നേഹത്താൽ നിറച്ചുവല്ലോ, നിർബന്ധിക്കുന്ന സ്നേഹത്താൽ കർത്താവിൻ്റെ വേലയ്ക്കായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നുവല്ലോ. അന്ത്യത്തോളം കർത്താവ് പ്രിയ സഹോദരിയെ സൂക്ഷിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. Sotram, 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 Sotram.